കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ പുതിയതായിട്ട് തുടങ്ങി. ദോശ കൊണ്ടുവന്നു. ദോശയിൽ തന്നെ പനീർ ചീസ് ദോശ, ബെന്നെ ദോശ, പൊടി ബെന്നെ ദോശ, പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള ചബ്ബി ദോശ, ചബ്ബി ലാവ, ചബ്ബി തൊക്ക്, അങ്ങനത്തെ കുറച്ച് ഐറ്റം ഉണ്ട്. പാൽബൺ, പിന്നെ നോർമലി കാണുന്ന നമ്മുടെ കുറച്ച് ഇഡ്ഡലി ഐറ്റവും, പിന്നെ ഇഡ്ഡലി കൂട്ടുണ്ട് ചേച്ചി, ഇഡ്ഡലി എരിശ്ശേരി, ഇഡ്ഡലി ബാജി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടികളുണ്ട്. അതെ. ഇത് സോയാബീനാണ്, ഇതിനകത്ത് വടക്കറിയും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ്. ഒരു വർഷം മുന്നേ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ദിവസം തന്നെ നമ്മളൊരു വീഡിയോ എടുത്തായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ ഒരു സെലിബ്രിറ്റി ഇഡലിക്കട എന്ന് പറഞ്ഞിട്ട്. അപ്പം അന്ന് ഞാൻ അങ്ങനെ പറയുമ്പോൾ നായികൻ്റെ അവതാരകനായിരുന്ന പിന്നെ വെങ്കി എന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വെങ്കിടേഷ് വിപി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന അവസ്ഥയിലേക്ക് സിനിമയിലും അല്ലെങ്കിൽ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ സുടുസുട ഇഡലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ ഇടം പിടിച്ച് കഴിഞ്ഞു. എനിക്കപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞ് വെങ്കിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വെങ്കിയുടെ സുടുസുട ഇഡലിയുടെ പുതിയ ഷോപ്പാണ്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചായിരുന്നു. പക്ഷേ അന്ന് അവിടുത്തെ ഭക്ഷണ വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാൻ പറ്റിയില്ല. പിന്നെ അവിടുത്തെ ഇഡലിയുടെയും ദോശയുടെയും പുതിയ കടയുടെ വിശേഷങ്ങളൊക്കെയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ സുടുസുട ഇഡലിയുടെ വിശേഷം പറ? പുതിയ സുടുസുട ഇഡലി വിഘ്നേഷ് പൊടി അടിക്കുന്നു. ചേച്ചി സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞ വർഷം ഒരു കോയിൻസിഡന്റ് പറയട്ടെ, കഴിഞ്ഞ വർഷം ഡിസംബർ 23-നാണ് ഞാൻ സുടുസുട ഇഡലിയുടെ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഡിസംബർ 23-ആണ്. അന്ന് നമ്മൾ റോഡിലായിരുന്നു, ഇന്ന് നമ്മളൊരു കടയിലേക്ക് മാറി. കറക്റ്റ് ദിവസം തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. അയ്യോ അത് ശരിയാണ്. അറിയില്ല, ഞാൻ ഇവിടെ വന്ന് ചുമ്മാ ആ വീഡിയോ ഒന്ന് നോക്കിയപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത് അന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓ അയ്യോ, അത് ഭയങ്കര ഒരു അതെ, നമ്മള് നവംബർ 16-ാം തീയതി തുടങ്ങിയത്. അതെ. അപ്പൊ നമ്മൾ ഇന്നിപ്പോ എത്ര ദിവസമായി കട തുടങ്ങിട്ടോ? 9 ദിവസം. എങ്ങനെയാ 9 ദിവസത്തെ റിസൾട്ട്? അടിപൊളിയാ. നമ്മൾ കുറച്ച് ചില ഫ്ലോസ് ഉണ്ട് ചേച്ചി. ആൾക്കാരെ ഒന്ന് മാനേജ് ചെയ്യാൻ നമ്മളെല്ലാം പഠിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതെല്ലാം ഒന്ന് സെറ്റ് ആക്കി നമ്മള് പൂർവാധികം ശക്തിയോടെ വരുന്നത്. രാവിലെ ഇല്ല, രാവിലെ ഒരു 2-3 ദിവസത്തിൽ രാവിലെ ഉണ്ടാവും. പിന്നെ ഹോളിഡേ ഒന്നുമില്ല, മറ്റേ കട മൺഡേ ഹോളിഡേ ആയിരുന്നു. ഇപ്പൊ ഫുൾ വർക്കിംഗ് ഡേ ആണ് എല്ലാ ദിവസവും. രാത്രി ഒരു 11:30 ആവും. അതെ, രാവിലെ നമ്മളൊരു 6-6:30 തുറക്കാനാ പ്ലാൻ. ഒരു 2-3 ദിവസം കഴിയണം. അതെ അതെ അതെ, കാര്യങ്ങളൊക്കെ ഉഷാറാണ്. അടിപൊളിയായിട്ട്. അതെ, ഇനി അവിടെ ഒരു കട തുടങ്ങണം, പിന്നെ എല്ലാ സ്ഥലത്തും തുടങ്ങണമെന്നാണ് ആഗ്രഹം. ഉറപ്പായിട്ടും. യെസ്, കഴിച്ചിട്ട് പറയാം. യാ, ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് ചബ്ബി ദോശ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ ഒരെണ്ണമാണ്. ഞാനിപ്പോൾ 2 ഫ്ലേവർ കാണിക്കാൻ വേണ്ടിയിട്ട് സോയാബീൻ്റെ ഉണ്ട്, അതല്ലാതെ തിരുവനന്തപുരത്ത് ഒരു വടക്കറി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, സദ്യക്ക് വിളമ്പുന്ന. അപ്പോൾ ആ വടക്കറീൻ്റെ ഇതിൽ വരുന്നതും ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇച്ചിരി നല്ലോണം സൗണ്ട് ഉണ്ടാവും. എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ കട തുടങ്ങിയിട്ട് ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ. പറഞ്ഞും കേട്ടുമൊക്കെ പഴയ കടയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു 5:15-5:30 ആകുമ്പോൾ മുതലേ ഇവിടെ നല്ല തിരക്ക് വരാൻ തുടങ്ങും. മാത്രമല്ല നല്ല തിരക്കുള്ളൊരു റോഡല്ലേ, മണ്ഡലക്കാലാണ്, അയ്യപ്പന്മാരുടെ തിരക്കുകളുണ്ട്, ഒക്കെ ഉണ്ട്. ഇതാ അവിടെ ഇത് പോണത് കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞു വന്നത് ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. ഈ ഒരു വീഡിയോക്ക് ക്ഷമിക്കുക, തിരക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് എടുക്കാം. സുടുസുട ഇഡലി എന്നൊക്കെ എഴുതിയിട്ട് അതിലാണ് ഇങ്ങനെ ഇത് വരുന്നത്. അപ്പം ഞാൻ ഇത് പൊക്കുമ്പോൾ കാണിച്ചു തരാം. കണ്ട, ഇത് സോയാബീനാണ്, ഇതിനകത്ത് വടക്കറിയും. ആദ്യം സോയ കഴിച്ചു നോക്കട്ടെ. നമ്മൾ ഇനോഗ്രേഷൻ്റെ വീഡിയോ ഒന്ന് ഞാനൊരു ചെറിയൊരു റീല് പോലെ ഇട്ടിരുന്നില്ലേ. അപ്പോൾ എല്ലാവരും വന്നിട്ട് എന്താ ലൊക്കേഷൻ പറയാത്ത, എന്തൊക്കെയാണ് കിട്ടണമെന്ന് പറയാത്ത, എന്താണ് കിട്ടുന്നത്. ഇനോഗ്രേഷൻ്റെ അന്ന് ഒന്നും നടക്കണ്ടായിരുന്നില്ല, അമ്മാതിരി തിരക്കായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടുണ്ടായിരുന്നു ഇനോഗ്രേഷൻ. അത് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണാനും ഇതൊക്കെ ഉദ്ഘാടനത്തിലൊക്കെ പങ്കെടുക്കാൻ വന്നിരുന്നു.
അന്ന് വീഡിയോ എടുക്കലൊന്നും പ്രായോഗികമല്ല. ഞങ്ങളെല്ലാവരും ഇഡലിയൊക്കെ കഴിച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പേര് ചോദിച്ചത് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ പുതിയ വീഡിയോ വരുന്നത്. ഞാൻ അതിനകത്ത് കമൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ. ഞാനിവരുടെ പൊടി ഇഡ്ഡലിയുടെ ഒരു ഫാനാണ് കേട്ടോ. അത് വന്ന് കഴിച്ചു പോയ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇഡലി ഇഷ്ടമുള്ള ആളല്ല. ഇഡലി ദോശയൊന്നും എൻ്റെ ഫേവറേറ്റ് ഒന്നല്ല. പിന്നെ കഴിക്കാം, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഡ്ഡലി ആണ് കഴിക്കുള്ളൂ. കാരണം പൊടി ഇഡ്ഡലി, അതുപോലെ സോയ ഇഡലി ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇത് വെറൈറ്റിയാണ്. അവരെ സുടുസുടുള്ള ഇഡ്ഡലിക്ക് അവർക്ക് ഇഡലി മാത്രമാണ്, ദോശ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ദോശയുടെ കുറച്ച് വെറൈറ്റി. എന്നാൽ ശരിക്കുമുള്ള ദോശ മാതിരി അല്ല വേണ്ടത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ പരിപ്പ് വടയില്ലേ, കണ്ടോ? അതുപോലെ വടയാണ് ശരിക്കും. കണ്ടോ, ഇപ്പൊ തിരുവനന്തപുരത്ത് സദ്യക്കൊക്കെ വടയിട്ട കൂട്ടുകറി എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്. നമുക്കതൊരു വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. നമ്മൾ പോയ സ്ഥലത്തൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു സദ്യക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ തോന്നുന്നു. ഞാനും സദ്യയിൽ മാത്രമേ കഴിച്ചുള്ളൂ. അതിൻ്റെ വേറൊരു വെർഷനാണ് ഇതിനകത്ത് ഇടുന്നത്. അപ്പം ഇത് ഒരു മസാല വരുന്നത് സോയയുടെ ഫ്ലേവറിൽ സോയ വരും. ഇത് വടയിട്ട കറി, വടക്കറി എന്നാണ് ഇവർ പറയുക. വടയിട്ട കൂട്ടുകറി എന്നെന്തോ ആണ് കറക്റ്റ് അതിൻ്റെ പേര്. അപ്പോൾ അതാണ് ഒരെണ്ണത്തിൽ വരുന്നത്. ഭയങ്കര മൊരിഞ്ഞ ദോശയാണ്. പക്ഷെ ദോശ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല, അതിൻ്റെ മേലെ ഇങ്ങനെ ആയി പോയോണ്ടേ. ഇതാണ് കുറച്ചുകൂടി അടിപൊളി. വര കൊള്ളാം, പക്ഷെ ഇതിനെ ചെറിയൊരു മധുരവും കൂടിയില്ല, ചെറിയൊരു മധുരം. രണ്ടും സൂപ്പർ തന്നെ. പക്ഷെ എനിക്കൊരു ഇച്ചിരി കൂടുതൽ ഇഷ്ടം ഇതാണ് വടയിട്ടത്. ചിലപ്പോൾ ഞാനൊരു പരിപ്പ് വട ഫാൻ ആയതുകൊണ്ടായിരിക്കും. ദോശൻ്റെ വേറൊരു വെറൈറ്റിയാണ് പനീർ ചീസ് ബന്നി ദോശ. 3 കൂട്ടം ചട്നി വരുന്നുണ്ട്, സാമ്പാർ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് നല്ല ചൂടിനെയാണ് തന്നത്. ഞാനിവിടെ വെച്ച് തണുപ്പിച്ചതാണ് കേട്ടോ. കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു സ്പേസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേ തണുത്തുപോയി. ആദ്യം ചട്നി കൂട്ടി കഴിക്കാം. എല്ലാം വെറൈറ്റി ആണ് കേട്ടോ. നമുക്ക് സാധാരണ കഴിക്കണ ദോശേൻ്റെയും അതിൻ്റെ ഒന്നും, അത് ഇഡലി കഴിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഒരു സാമ്യമല്ല. ഇതിനകത്തൊരു ഫില്ലിങ്സ് വരുന്നുണ്ട്, നമുക്ക് പൊട്ടിക്കാം. കണ്ട നല്ല നെയ്യുടെയൊക്കെ സ്വാദാണ്. സൂപ്പർ മസാല. സെക്കൻഡ് ടൈം ആണ് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. അടിപൊളി ഹെവൻ. എവിടെ? അവിടെ ഓൾറെഡി ഞാൻ പോവാറുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടായിരുന്നു, പക്ഷെ അത് കണ്ടിട്ടാണ് ഈ ന്യൂ ഷോപ്പിലോട്ട് വന്നത്. ഹെവൻ. നാട് ഇവിടെ അല്ല, എൻ്റെ നാട് കാസർഗോഡാണ്. ട്രിവാൻഡ്രം ജോബാണ്, കാസർഗോഡാണ് വീട്. ഐ സി യുവർ വീഡിയോസ് ഫ്രീക്വൻ്റ്ലി ആയിട്ട് ഞാൻ വീഡിയോസ് കാണാറുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതെ, ഞാൻ പൊടി ഇഡ്ഡലി കഴിച്ചു, പിന്നെ കോഫി കഴിച്ചു, ദോശ കഴിച്ചു. ഹെവൻ. അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പാൽബൺ അല്ലേ? പാൽബൺ, മസാല പാൽബൺ. അപ്പൊ എങ്കി പറയാണ്, എങ്കിയുടെ അച്ഛൻ മുമ്പേ ഇവിടെ ഈ പടിഞ്ഞാറേ നടയിൽ ഇതുപോലെ മസാല ചായയൊക്കെ വിറ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറയാം. കണ്ട, അതൊരു കസ്കസ് പോലെയുള്ളൊരു സാധനം. ഇതിന് വേറെ എന്തോ ആണ് പേര് പറയാം. ഈ പറഞ്ഞു തന്നു, ഞാൻ മറന്നുപോയിട്ടാ. ഹലീം സീഡ് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പേര്. ചെറിയൊരു എരിവ്, മധുരം, പിന്നെ പാലിൻ്റെ ഒരു സ്വാദ്, മണ്ണിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളത്. കൊള്ളാം. ഇങ്ങനെ കുതിർന്നിരിക്കും. കുഴപ്പമില്ല. അങ്ങനെ ഒരു കോഫിയും കൂടെ മേടിച്ചതാണ് കേട്ടോ. ഇവിടെ നല്ല കോഫി കിട്ടും. സൂപ്പർ കോഫി കേട്ടോ. സാധാരണ കോഫിയുടെ ടേസ്റ്റ് അല്ല, നല്ല വ്യത്യാസമുണ്ട്. അടിപൊളി.
അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ ഇതേ സമയം നമ്മൾ റോഡിൽ വെങ്കിയുടെ സുരസുരയുടെ വീഡിയോ എടുക്കണം. ഏകദേശം ആ വർഷം ഒരു വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ ചെറിയൊരു അടമുറിയിലോട്ട് വരണു. വെങ്കി ഇതിൻ്റെ ഈ റൂമിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ദിവസം രാവിലെ എൻ്റെ ഫോണിൽ വിളിച്ചായിരുന്നു. ചേച്ചി അഡ്വാൻസ് കൊടുക്കുകയാണ്, എഗ്രിമെൻ്റ് എഴുതുകയാണ്. അതിനുശേഷം വീഡിയോ കോൾ വിളിച്ച് ഈ റൂം മൊത്തം കാണിച്ചു തന്നു, എഗ്രിമെൻറ്റിൻ്റെ കോപ്പി കാണിച്ചു തന്നു. അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സാധനം കൂടിയാണ്. നമുക്ക് ഇപ്പോൾ എന്താ പറയുന്നത്, ഒരു പരിചയമില്ലാത്ത ഒരാൾ ഞാനിവിടെ വന്ന് വെങ്കിയുടെ വീഡിയോ എടുക്കുന്ന ദിവസമാണ് വെങ്കിക്ക് എന്നെ അറിയണത്. എനിക്ക് വെങ്കിയെ അറിയാം, പക്ഷേ വെങ്കിക്ക് എന്നെ അറിയണം. അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു സ്നേഹം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഈ പുതിയ കട തുടങ്ങിയപ്പോഴായാലും ഇനാഗ്രേഷൻ എന്നെയും കൂടെ വിളിച്ച് ഞാനും കൂടെ ചേർന്നിട്ടാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അന്ന് ആദ്യത്തെ കൈനീട്ടമൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇന്നിപ്പോൾ ഇത്രയും ദിവസമായിട്ട് നമുക്ക് അത്യാവശ്യം ആളൊക്കെ വരുന്ന ഒരു ഇതിലാണ്. ഇനിയും നിങ്ങൾ ഒരുപാട് പേര് വരണം. നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പല നാട്ടിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. ഒരുപാട് വെജിറ്റേറിയൻ കടകളും ഉണ്ട്. അപ്പോൾ ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പല പല ഭക്ഷണ വൈവിധ്യങ്ങളുണ്ട്. മറ്റു നാട്ടിൽ നിന്ന് ഇന്നിപ്പോൾ കാസർഗോഡ് നിന്ന് വന്ന കുറേ ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു. തൃശ്ശൂരിൽ നിന്ന് വന്നവരെ കണ്ടു, എറണാകുളത്ത് നിന്ന് വന്നവരെ കണ്ടു. അങ്ങനെ ഒരുപാട് ആളുകളെ പല നാടുകളിൽ നിന്നുള്ളവരെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെ രുചി വൈവിധ്യങ്ങളൊക്കെ പരീക്ഷിക്കണം എന്നുള്ളവർക്ക് വരാം. അപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു പക്ക വെജിറ്റേറിയൻ രുചിയൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്കാണ് ഈ പറ്റിയ സ്ഥലമാണ്. പടിഞ്ഞാറേ നടയിൽ തന്നെയാണ് സുഡസുഡ ഇഡലിയുടെ ലൊക്കേഷൻ വരുന്നത്. നാളെ നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുമസ് ആശംസകൾ.